ആലപ്പുഴ പ്രസ് ക്ലബ് സുവർണ ജൂബിലി നിറവിൽ സ്വസംഘ രൂപീകരണ യോഗം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്വസംഘ രൂപീകരണ യോഗത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് സജിത്ത് അധ്യക്ഷനായി. സെക്രട്ടറി ടി കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. പി ചിത്തരഞ്ജൻ MLA, മുൻ MLA മാരായ വി ദിനകരൻ, A ഷുക്കൂർ, BJP ജില്ലാ പ്രസിഡന്റ് ME ഗോപകുമാർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ, കെയർഫെഡ് വൈസ് ചെയർമാൻ R സുരേഷ്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ചെയർമാൻ നെടുമുടി ഹരികുമാർ, പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗങ്ങളായ MM ഷംസുദ്ദീൻ, KA ബാബു, സുരേഷ് തോട്ടപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി ബിനീഷ് പുന്നപ്ര എന്നിവർ സംസാരിച്ചു. AM ആരിഫ് MP ചെയർമാനായും S സജിത്ത് വർക്കിംഗ് ചെയർമാനായും ടി കെ അനിൽകുമാർ ജനറൽ കൺവീനറായും സുരേഷ് തോട്ടപ്പള്ളി ട്രഷററായുമുള്ള 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും 1001 അംഗ ജനറൽ കൗൺസിലിനെയും യോഗം തിരഞ്ഞെടുത്തു. ഒരു ഇടപെടലുകളും അതിലൂടെ നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളും രാഷ്ട്രീയമായ ഇടപെടലുകളും, ഞാൻ വികസനം എന്ന് പറയുന്നത് മാത്രമല്ല രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ വരെ തീർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിനെല്ലാം ഉപകരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ കാണേണ്ടതുണ്ട്. ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ തൂണായിട്ടാണ് മാധ്യമങ്ങളെ കാണുന്നത്. 3 തൂണിനെ കുറിച്ച് ഭരണഘടന പറയുന്നുണ്ട്. 3 പില്ലറുകൾ, അത് നിയമനിർമ്മാണ സഭയും മറ്റൊന്ന് എക്സിക്യൂട്ടീവും മറ്റൊന്ന് ജുഡീഷ്യറിയുമാണ്. 4ാമത്തെ തൂണിനെ കുറിച്ച് ഭരണഘടന പറയുന്നില്ലെങ്കിലും ഈ 4ാം തൂണിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് വെറുതെ ഒരു വാക്കിലോ പ്രസംഗത്തിലോ പറഞ്ഞു പോകേണ്ട ഒന്നല്ല. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 ജഡ്ജിമാർ തങ്ങൾക്ക് വല്ലാത്ത പ്രതിസന്ധികൾ നേരിടുന്നു, ഇന്ത്യൻ ജുഡീഷ്യറി പ്രതിസന്ധിയെ നേരിടുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് മാധ്യമങ്ങളെ വിളിച്ചിട്ടാണ്. അപ്പോൾ നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രബലമായ 3ാം തൂൺ, നിയമനിർമ്മാണ സഭയിൽ നിന്നോ എക്സിക്യൂട്ടീവിൽ നിന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പൗരൻ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പ്രധാന കേന്ദ്രം എന്ന തരത്തിൽ കണക്ക് കൂട്ടുന്ന ജുഡീഷ്യറിക്ക് ഇതാ പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് വന്നിരുന്ന് പറയാൻ വേറെ ഒരു തൂണിൻ്റെ അടുത്തല്ല പറഞ്ഞത്, അവർ മാധ്യമങ്ങളുടെ മുമ്പിലാണ് ആ കാര്യം അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു മാധ്യമങ്ങളുടെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് ജനാധിപത്യമാണ്, സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു നാടും നാടിൻ്റെ രീതികളുമാണ്. അതാണൊരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷകരായി മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന ഒരു ജനാധിപത്യ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് അർത്ഥപൂർണ്ണമാവുകയുള്ളൂ. ഈ പ്രാധാന്യം നമുക്ക് നമ്മുടെ പ്രസ് ക്ലബിൻ്റെ 75ാം വാർഷികവുമായി ബന്ധപ്പെടുത്തി എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, ഇന്നലകളിലെ ഈ മാധ്യമപ്രവർത്തന രംഗത്ത് വന്ന വഴികൾ എന്നത് എങ്ങനെയായിരുന്നു എന്ന് പഴയ തലമുറയിൽ പെട്ടവർക്ക് രേഖപ്പെടുത്തും. ഇതൊക്കെ രേഖപ്പെടുത്തേണ്ട ഒരുപാട് ചരിത്രങ്ങൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബുമായും ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾക്കും ആലപ്പുഴ കേന്ദ്രവും ആലപ്പുഴ വേദിയും ആയി തീർന്നിട്ടുണ്ട്.